കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിലും പാലക്കാട് എം.പി. വി.കെ. ശ്രീകണ്ഠനും തമ്മിൽ അടൂരിലെ സ്വകാര്യ ഹോട്ടലിൽ നടത്തിയ കൂടിക്കാഴ്ച കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു പുകിലുകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. കേവലം ഒരു സൗഹൃദ സന്ദർശനം എന്നതിനപ്പുറം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തെ മുൻനിർത്തി കോൺഗ്രസ് നേതൃത്വത്തിന് നേരെ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്ന പരസ്യമായിട്ടുള്ള ഭീഷണിയായും ശക്തമായ വിലപേശലായും രാഷ്ട്രീയ നിരീക്ഷകർ ഈ നീക്കത്തെ വിലയിരുത്തുകയാണ്. പാലക്കാട് സീറ്റ് തനിക്ക് തന്നെ ലഭിക്കണമെന്ന ഉറച്ച നിലപാടിലാണ് രാഹുൽ. അല്ലാത്ത പക്ഷം മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ തന്റെ അനുയായികളെ ഉപയോഗിക്കുമെന്ന പരോക്ഷമായിട്ടുള്ള മുന്നറിയിപ്പാണ് ഈ കൂടിക്കാഴ്ചയിലൂടെ രാഹുൽ നൽകിയിരിക്കുന്നത്. പാലക്കാട് മണ്ഡലത്തിൽ തനിക്കുള്ള സ്വാധീനവും അണികളുടെ പിന്തുണയും ആയുധമാക്കി പാർട്ടിയെ മുട്ടുകുത്തിക്കാനാണ് രാഹുൽ ശ്രമിക്കുന്നത്. വി.കെ. ശ്രീകണ്ഠനുമായുള്ള കൂടിക്കാഴ്ച യാദൃശ്ചികമാണെന്ന് ഇരുവരും ആവർത്തിക്കുമ്പോഴും രാഷ്ട്രീയ കേന്ദ്രങ്ങൾക്ക് അതത്ര വിശ്വാസയോഗ്യമല്ല. രാഹുലിന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ഹോട്ടലിൽ വെച്ച് നടന്ന ഈ ദീർഘനേരത്തെ ചർച്ചയിൽ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ തന്നെയാകും പ്രധാന ചർച്ചാ വിഷയമായത്. പാലക്കാട് സീറ്റ് നിഷേധിക്കപ്പെട്ടാൽ അത് UDFന് വലിയ തിരിച്ചടിയാകുമെന്ന് പാർട്ടിയെ ബോധ്യപ്പെടുത്താനാണ് രാഹുൽ അനുകൂലികൾ ശ്രമിക്കുന്നത്. രാഹുലിനെ മാറ്റി നിർത്തി പാലക്കാട് വിജയിക്കുക എന്നത് UDFന് എളുപ്പമാകില്ലെന്ന സന്ദേശം നൽകുന്നതിലൂടെ സീറ്റിനായുള്ള സമ്മർദ്ദം ശക്തമാക്കുകയാണ് രാഹുൽ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതിയ യാത്രയുടെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഈ കൂടിക്കാഴ്ച കോൺഗ്രസ് നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. രാഹുലിനെ അനുകൂലിക്കുന്ന വലിയൊരു വിഭാഗം അണികൾ പാലക്കാട് മണ്ഡലത്തിലുണ്ട്. ഇവർ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാകും. തന്നെ അവഗണിച്ചാൽ പാലക്കാട് UDF സ്ഥാനാർത്ഥിയുടെ പരാജയം ഉറപ്പാക്കുമെന്ന ഭീഷണി രാഹുൽ ക്യാമ്പിൽ നിന്ന് ഉയരുന്നത് കോൺഗ്രസിന് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ രാഹുലുമായി ഒരു ഒത്തുതീർപ്പിലെത്താൻ കോൺഗ്രസ് നേതൃത്വം നിർബന്ധിതരായേക്കും. സീറ്റ് വിഭജന ചർച്ചകളിൽ തന്റെ പേര് മുൻനിരയിൽ നിർത്താൻ ഈ കൂടിക്കാഴ്ച രാഹുലിന് വലിയൊരു സഹായകമാണ്. പാലക്കാട് രാഷ്ട്രീയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിക്ക് വലിയൊരു പ്രാധാന്യവുമുണ്ട്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ എന്ന നിലയിലും MLA എന്ന നിലയിലും രാഹുൽ ഉണ്ടാക്കിയെടുത്ത ജനപ്രീതി തള്ളിക്കളയാനാവില്ല. കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തെ പുറത്താക്കിയെങ്കിലും അണികൾക്കിടയിലും അദ്ദേഹത്തിനുള്ള സ്വാധീനം ഇപ്പോഴും വളരെ ശക്തമാണ്. ഈ സ്വാധീനം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDFന് വിനയാകുമോ എന്ന ഭയം നേതൃത്വത്തിന് വല്ലാതെ അങ്ങുണ്ട്. വി.കെ. ശ്രീകണ്ഠൻ MP.യുമായുള്ള കൂടിക്കാഴ്ചയിലൂടെ ഈ ഭയത്തെ മുതലെടുക്കാനാണ് രാഹുൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ശ്രീകണ്ഠനുള്ള സ്വാധീനം രാഹുലിന് അനുകൂലമാക്കാൻ സാധിച്ചാൽ അത് പാർട്ടിക്ക് വലിയ വെല്ലുവിളി സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അടൂരിലെ ഹോട്ടലിൽ വെച്ച് നടന്ന ചർച്ചയിൽ ഇത്തരമൊരു ധാരണ രൂപപ്പെട്ടിട്ടുണ്ടാകാമെന്ന രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. പാലക്കാട് സീറ്റ് രാഹുലിന് നൽകിയില്ലെങ്കിൽ അവിടെ മത്സരിക്കുന്ന ഏത് UDF സ്ഥാനാർത്ഥിയും തോൽപ്പിക്കാൻ രാഹുൽ അനുകൂലികൾ സന്നദ്ധരാണെന്ന വാർത്തകൾ പുറത്തുവരുന്നത് പാർട്ടിയെയും ഞെട്ടിച്ചിട്ടുണ്ട്. ഇത് വെറുമൊരു ഭീഷണിയല്ലെന്നും കൃത്യമായ പ്ലാനിങ്ങോട് കൂടി നടത്തുന്ന നീക്കമാണെന്നും കരുതേണ്ടതുണ്ട്. പാലക്കാട് മണ്ഡലത്തിലെ ഓരോ ബൂത്തുകളിലും രാഹുലിന് വ്യക്തമായിട്ടുള്ള സ്വാധീനമുണ്ട്. ഈ സ്വാധീനം വോട്ടുകളായി മാറാതിരുന്നാൽ UDFന് പരാജയം ഉറപ്പാണ്. രാഹുലിനെ ഒപ്പം നിർത്തിയാൽ മാത്രമേ പാലക്കാട് നിലനിർത്താൻ സാധിക്കൂ എന്ന നിലപാടിലേക്ക് പാർട്ടിയെ എത്തിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം. വി.കെ. ശ്രീകണ്ഠൻ എന്ന മുതിർന്ന നേതാവിനെ ഇതിനായി കരുവാക്കുകയായിരുന്നു രാഹുൽ എന്ന് വേണം കരുതാൻ. പ്രതിപക്ഷ നേതാവിന്റെ പുതിയ യാത്ര പത്തനംതിട്ടയിൽ എത്തിയ സമയത്ത് നടന്ന ഈ കൂടിക്കാഴ്ച സതീശനുള്ള ഒരു വെല്ലുവിളി കൂടിയാണ്. പാർട്ടിക്കുള്ളിലെ വിഭാഗീയത പരിഹരിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇത്തരമൊരു നീക്കം നടന്നത് നേതൃത്വത്തെ ഞെട്ടിച്ചിട്ടുണ്ട്. രാഹുലിന്റെ വീടിനടുത്ത് വെച്ച് കണ്ടപ്പോൾ സംസാരിച്ചതാണ് എന്ന ശ്രീകണ്ഠന്റെ വിശദീകരണം പാർട്ടിക്കുള്ളിലെ ആരും തന്നെ മുഖവിലക്കെടുക്കുന്നില്ല എന്നുള്ളതാണ്. പാലക്കാട്ടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇതുവരെ ചർച്ച ചെയ്യാനല്ലാതെ ഇരുവരും ഇത്രയും നേരം ഒരു ഹോട്ടലിൽ ചിലവഴിക്കില്ലെന്ന് എല്ലാവർക്കും നന്നായി അറിയാം. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പാലക്കാട് സീറ്റ് ഉറപ്പിക്കുക എന്ന ഏക ലക്ഷ്യം മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിനുള്ളൂ. അതിനായി ഏത് തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങൾക്കും രാഹുൽ തയ്യാറാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് വലിയ വാർത്തയായിരുന്നു. എന്നാൽ പുറത്തായിട്ടും പാർട്ടിക്കുള്ളിലെ പല നേതാക്കളുമായും രഹസ്യമായും പരസ്യമായും ഇപ്പോഴും പലതരത്തിലുള്ള ബന്ധങ്ങൾ പുലർത്തുന്നുണ്ട്. ഈ ബന്ധങ്ങൾ ഉപയോഗിച്ച് തന്നെ തിരികെ പാർട്ടിയിലെത്താനോ അല്ലെങ്കിൽ സ്വതന്ത്രനായി മത്സരിച്ച് വിജയിക്കാനോ ഉള്ള സാധ്യതകൾ തേടുന്നുമുണ്ട്. പാലക്കാട് സീറ്റ് നൽകിയില്ലെങ്കിൽ തന്റെ ശക്തി തെളിയിക്കാനായി UDFന്റെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുക എന്ന കടുത്ത നിലപാടിലേക്ക് രാഹുൽ നീങ്ങുന്നു എന്ന് വേണം കരുതാൻ.
ഇത് കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭീഷണിയാണ്. പാലക്കാട് പോലൊരു നിർണായക മണ്ഡലത്തിൽ വോട്ടുകൾ ഭിന്നിച്ചാൽ അത് ഗുണകരമാകുന്നത് BJPക്കായിരിക്കും. ഈ സാഹചര്യം ഒഴിവാക്കാൻ രാഹുലിനെ അനുനയിപ്പിക്കുക എന്നതല്ലാതെ മറ്റൊരു മാർഗവും കോൺഗ്രസിന്റെ മുന്നിലില്ല. VK ശ്രീകണ്ഠൻ ഈ കൂടിക്കാഴ്ചയിലൂടെ രാഹുലിന് പിന്തുണ നൽകുകയാണോ അതോ പാലക്കാട്ടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടനിലക്കാരനായി പ്രവർത്തിക്കുകയാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. എങ്കിലും ദീർഘനേരം നീണ്ടുനിന്ന കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നത് പാർട്ടിക്കുള്ളിലെ അമർഷത്തിന് കൂടുതൽ ആക്കം കൂട്ടിയിട്ടുണ്ട്. അച്ചടക്ക നടപടി നേരിട്ട ഒരു നേതാവുമായി പരസ്യമായ കൂടിക്കാഴ്ച നടത്തിയത് തെറ്റായ സന്ദേശം നൽകുമെന്നാണ് ഒരു വിഭാഗം ഇപ്പോഴും പറയുന്നത്. എന്നാൽ രാഹുലിനെ പാർട്ടിയുമായി അടുപ്പിക്കാൻ ഇത്തരം ചർച്ചകൾ അത്യാവശ്യമാണെന്ന് കരുതുന്നവരുമുണ്ട്. എന്തായാലും പാലക്കാടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഘടകം നിർണായകമായി മാറിയിരിക്കുകയാണ്.